നയനയും നവിയുമൊക്കെ അനാമികയുടെ ദാസ്യവേല ചെയ്യണമെന്നൊക്കെ ദേവയാനിയും ജലജയും പറഞ്ഞു കേട്ട് ആകെപ്പാട് വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കനകം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് നയന പറയാണ്, അമ്മ ഒന്നും കേട്ട് വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോലും പോകുന്നില്ല. മുത്തശ്ശൻ അതിനൊക്കെ സമ്മതിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ചുമ്മാ അവർ വെറുതെ വീമ്പ് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മോളെ, ഇപ്പം തന്നെ ഫുൾ ടൈമും മോൾ അടുക്കളയിൽ തന്നെയാണ്. നവി പിന്നെ ഗർഭിണി ആയതുകൊണ്ട് അവൾക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ. അവളെ ആരും അടുക്കള കയറ്റിയാൽ അവരുടെ മുത്തച്ഛൻ്റെ വായിൽ നിന്നും അവർ ശരിക്കും കേൾക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇപ്പം ആരും അവളെ ഉപദ്രവിക്കാത്തത്. പക്ഷേ എൻ്റെ മോളുടെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. അമ്മ കാണുന്നതല്ലേ, രാവിലെ മുതൽ രാത്രി കിടക്കാൻ നേരം വരെ എൻ്റെ മോൾ എന്തുമാത്രം കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്ന് അമ്മ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അതൊന്നും സാരമില്ലമ്മേ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എനിക്കിവിടെ പരമസുഖ, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ എനിക്കിവിടെ യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മോൾ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ, എനിക്കറിയാമെന്ന് പറയാണ്. അമ്മയെ സത്യം പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല. ഈ ജോലികളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, നമ്മുടെ വീട്ടിലാണെങ്കിലും ഈ ജോലികളൊക്കെ ഉള്ളതല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ആദർശേട്ടൻ ഇപ്പം എന്നോട് ആദർശേട്ടന് വലിയ സ്നേഹമൊക്കെ ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടമ്മേ എന്നൊക്കെ പറയാണ്. പിന്നെ ഈ അനാമികയുടെ വീട്ടുകാരെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചു. അനാമികയ്ക്ക് മുമ്പ് എന്ത് ബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നോ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അമ്മേ അതൊന്നും ഇവിടെ നിന്ന് പറയണ്ട, അനാമിക നല്ല കുട്ടിയാണ്, ആർക്കും ഇവിടെ അവളെക്കുറിച്ച് എതിരഭിപ്രായമൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാവരും അവളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അവളുടെ അച്ഛനെ വലിയ ബിസിനസ് മാഗ്നറ്റാണ്, ഇവിടുത്തെ ആൾക്കാരെ പോലെ. നവീച്ചിൻ്റെ കാര്യത്തിൽ അന്ന് അമ്മ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ളവരൊക്കെ അവർ പറഞ്ഞു വിശ്വസിക്കാതെ ഒരുപാട് സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. അവരുടെ ഗ്രൂപ്പിനെ പറ്റിയും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും ഒക്കെ അന്വേഷിച്ചു. വലിയ തറവാട്ടുകാരാ, അതൊക്കെ അറിഞ്ഞിട്ടാണ് അവർ തന്നെ സ്വീകരിക്കാമെന്ന് വെച്ചത്. ഇനിയും ഒരു കാര്യത്തിൽ അബദ്ധം പറ്റരുതെന്ന് അവർക്ക് നിർബന്ധം കാണുമേ എന്നൊക്കെ പറയാണ്. എങ്കിലെന്താ മോളെ, നമുക്ക് കാശും പണം ഇല്ലെന്നല്ലേ ഉള്ളൂ, നമ്മൾ നല്ല കുടുംബക്കാരൊക്കെ തന്നെയല്ലേ, അതുപോലെ നമുക്ക് ഇല്ലായ്മ വന്നത് നമ്മുടെ തെറ്റാണോ? പിന്നെ അമ്പലത്തിൽ വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ആൾക്കാരല്ലേ നമ്മളെല്ലാവരും പൂവിട്ട് പൂജിക്കേണ്ടതല്ലേ, അതിന് പകരം ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മേ അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും, അതിലൊന്നും നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവിടുത്തെ മുത്തശ്ശിയുണ്ടല്ലോ, അവരുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്. അവരിങ്ങനെ എടുത്തു ചാടി ആരോടൊന്നും പറയുമോ, ആരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും പറയുമോ ഒന്നും ചെയ്യില്ല. ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണോ അതറിഞ്ഞ് രണ്ടുപേരും പ്രവർത്തിക്കും. അത്രയ്ക്ക് സ്നേഹമാണ് എല്ലാവരോടും അവർക്ക്. അത് മാത്രമല്ല മുത്തശ്ശിയും കണ്ടില്ലേ, ഈ പ്രായത്തിലും അവർക്ക് എന്തൊരു ഒത്തൊരുമയാണ്. എൻ്റെ സ്നേഹ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളമ്മേ, ഈ സ്വത്തും പണവും ഒന്നും വേണ്ട. എൻ്റെ ഭർത്താവും അതുപോലെ എന്നെ സ്നേഹിച്ച് ഈ മരണം വരെയും അവരുടെ പ്രായത്തിലൊക്കെ എന്നെ സ്നേഹിച്ച് മാത്രം ജീവിച്ചാൽ മതി, അല്ലാതെ എനിക്കൊന്നും വാങ്ങിത്തരുമോ, ഒന്നും എനിക്ക് വേണ്ടമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോള് വിഷമിക്കേണ്ട, മോളുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാതിരിക്കില്ല. എത്രയോ വർഷങ്ങളായിട്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കൈയായത്, എത്രയോ പേര് പൂജിക്കുന്ന വിഗ്രഹം അതൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ മോളുടെ കൈ കൊണ്ടല്ലേ. അപ്പം ആ ഐശ്വര്യം അനുഗ്രഹമൊക്കെ എൻ്റെ മോൾക്ക് കിട്ടാതിരിക്കോ? ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ 1% എൻ്റെ മോൾക്കൂടെ അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അകത്തേക്ക് ചെല്ലട്ടമ്മേ, അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നയനെ പോവാണ്. ഈ സമയത്ത് അവിടെ നിന്ന് കനകം ഗോവിന്ദനെ വിളിക്കാൻ കേട്ടോ. ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ കനകം വരാറായില്ലേ, നീ ഇങ്ങോട്ട് വാ. നന്ദമോൾ ആകെപ്പാടെ അസ്വസ്ഥതയാണ്, നീ ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് അവൾ ആകെപ്പാടെ ഒറ്റപ്പെട്ട അവസ്ഥയിലെന്ന് പറയുമ്പം ഇപ്പം ഞാൻ എങ്ങനെയാണ് വരുന്നത്? മുത്തശ്ശിയും പറഞ്ഞിരിക്കുക കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്ന്. ഞാൻ ചോദിച്ചാൽ പോയിക്കോട്ടെ എന്ന്. അവർ സമ്മതിക്കുന്നില്ല ഗോവിന്ദേട്ടാന്ന് പറയുന്നുണ്ട്. നിനക്ക് അവിടെ അങ്ങ് പിടിച്ചു പോയല്ലേ ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല ഗോവിന്ദേട്ടാ, എത്രയൊക്കെ AC മുറിയിൽ ഉറങ്ങിയെന്ന് പറഞ്ഞാലും എനിക്ക് ആ വീട് തന്നെയാണ് എൻ്റെ സ്വർഗം, എൻ്റെ മോളും എൻ്റെ ഭർത്താവും, അത് മാത്രം മതി എനിക്കെന്നൊക്കെ പറയാണ്. അല്ല എന്താ നീ ഇപ്പോൾ വിളിച്ചേ, എന്തെങ്കിലും പ്രത്യേകം കാര്യം പറയണമെന്ന് ചോദിക്കുമ്പം ഉണ്ട് ഗോവിന്ദേട്ടാ, ഇപ്പം അനാമികയുടെ കാര്യവും പറഞ്ഞ് ഇവിടെ കല്യാണക്കാരെയൊക്കെ മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവരെക്കുറിച്ച് എല്ലാവരും അന്വേഷിച്ചു. നമ്മളവരെ പറ്റിച്ചു എന്നും പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് പോയി അന്വേഷിക്കുകയായിരുന്നു ആ പെൺകുട്ടിയെക്കുറിച്ച്. ഇവിടെയുണ്ടല്ലോ ആ ജലജയും ദേവയാനിയും, അവളുമാർ രണ്ടുപേരും പറയാ ദാസപ്പണി ചെയ്യണമെന്ന് നമ്മുടെ മോള് അനാമികയ്ക്ക് വേണ്ടി. ഗോവിന്ദൻ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാ കനകമി പറഞ്ഞേ? അതേ ഗോവിന്ദേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ സത്യം. ആ ജലജയും ദേവയാനിയൊക്കെ പറയാ നമ്മുടെ നയനമോള് അവൾ വന്നു കഴിയുമ്പം അവൾക്ക് ദാസിപ്പണി ചെയ്യണം. കാരണം അവളും നവിമോളും ഒരു ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നതാ. പക്ഷേ അനാമിക അങ്ങനെയല്ല, അവൾ കോടീശ്വരൻ്റെ മകളാ, അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി എല്ലാ ജോലികളും ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പം എൻ്റെ ചങ്ക് തകർന്നു പോയി ഗോവിന്ദേട്ടാന്ന് പറയുന്നുണ്ട്.
ഗോവിന്ദൻ പറയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എൻ്റെ മക്കളെ കൊണ്ട് അവളുടെ വീട്ടുകളിൽ ജയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് പോരും. ഇത്രയും കാലം എൻ്റെ മക്കൾ ഇവിടെ നിന്നതല്ലേ, ഇനി അവർ അങ്ങനെ തന്നെ നിന്നോളും. എൻ്റെ നായന മോള് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കും. പിന്നീട് നവ്യയുടെ കാര്യത്തിലേ ഉള്ളൂ എനിക്ക് കുറച്ച് സംശയം. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, ഒരു സംശയം വേണ്ട ഗോവിന്ദേട്ടാ, അവളിപ്പോൾ പൂർണ്ണമായിട്ട് മാറി. കാരണം ഓരോ കാര്യത്തിനും എല്ലാവരും നയനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി, നവ്യ അപ്പം തന്നെ അവരുടെ മേലെ ചാടി വീഴും. എന്നിട്ട് നയനെ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വായടച്ച് നിന്ന് പോകുന്നുണ്ട്. പഴയ നവ്യയില്ല, ആളാകെ മാറിപ്പോയി. ആ നിർമ്മലിൻ്റെ കേസിലൊക്കെ അവളെ കൂടുതലായിട്ട് സഹായിച്ചതും അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറായതും നയനയല്ലേ. അതുകൊണ്ട് എല്ലാം നവ്യയ്ക്ക് മനസ്സിലായി. അവളുടെ ഭർത്താവും അവളുടെ അമ്മായിമ്മയും കാശിന് ഗതിയില്ലാത്തവരാണെന്നും അവർ തനിക്ക് ഉപദ്രവം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ അവൾ പൂർണ്ണമായിട്ടും നയനയുടെ ഭാഗത്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈശ്വര, എന്നും അവർ ഒരുമിച്ച് കണ്ടാൽ മതി എന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ ചങ്കിനകത്ത് ഒരു വിങ്ങൽ പോലെയാ. ആ മുത്തശ്ശൻ എന്ത് ചെയ്താൽ നമ്മുടെ മോളെ പറഞ്ഞു വിടത്തുമില്ല. ഇവിടെ നിന്നാൽ വേലയെ ജയിപ്പിക്കാം, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഗോവിന്ദൻ പറയാണ്, തീർത്തെല്ലാവരോടും പറയണം അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന്. അല്ലാതെ അത്രയും കുടുംബങ്ങളുള്ള വീട്ടിൽ ഒരു ജോലിക്കാരെ പോലും നിർത്താതെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്ന കാര്യമുണ്ടോ? നമ്മുടെ മകളെ ചെല്ലുന്നതിന് മുമ്പേ അവിടെ 2 ജോലിക്കാരുകളുണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പം എൻ്റെ ആരെയും കാണാത്തത്? കൊട്ടാരം പോലുള്ള വീട് മുഴുവനും എൻ്റെ മകൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ ഗോവിന്ദേട്ടാ, ഇപ്പം ഞാൻ വന്നത് കാരണം ഞാനും കുറേയൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ആ ദേവയാനിയും ജലജയും ഈ ഏരിയയിലോട്ടൊന്നും തിരിഞ്ഞു നോക്കില്ല. കൃത്യസമയമാകുമ്പോൾ കഴിക്കാൻ വരത്തേ ഉള്ളൂ. പിന്നെ ആ ജാനകി ഉണ്ടല്ലോ, അവർ പിന്നെ എല്ലാ ജോലികളും ചെയ്തോളും, നയനയുടെ കൂടെ തന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ പറയാണ്, എന്തായാലും എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വരണം, അവൾ ഭയങ്കര അപ്സെറ്റാ, നീ വന്നാലേ കാര്യമുള്ളൂ എന്നൊക്കെ പറയാണ്. ശരി ഗോവിന്ദേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാണ്, നയനമോളെ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും അറിയിക്കല്ലേ, നയനമോൾ അങ്ങോട്ടേക്ക് വിളിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തൊന്നും നന്ദുവിൻ്റെ കാര്യം പറയരുതെന്ന് അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീയും അവകാശാലൊന്നും നന്ദുവിൻ്റെ കാര്യം നയനമോളുടെ പറഞ്ഞേക്കല്ലേ, പിന്നെ എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് കനകം ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ച് കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നത് അവരുടെ മുഖത്തേക്കായിരിക്കും. ആരെന്നറിയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ മുഖത്തേക്ക്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഗോവിന്ദനെ വിളിക്കാൻ വന്നാലേ പിന്നെ എന്തിനാ കരുന്നത്? ഞാൻ പറയുന്നത് കേട്ടു, നയനമോളെ എത്രയും പെട്ടെന്നുണ്ടെന്ന് കൊണ്ടുപോകണമെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് കനകം വന്നിട്ട് പറയാണ്, ഒന്നുമില്ല മൂർത്തി സാറേ എന്ന് പറയുമ്പം കനകം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറച്ചു വെക്കാൻ പാടില്ല, അതപ്പോൾ തന്നെ പറയണം, എങ്കിൽ മാത്രമേ അതൊന്നും വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാതിരിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. മൂർത്തി സാറേ, അത് വേറൊന്നുമല്ല, ഇന്ന് ജലജയും ദേവയാനിയും കൂടെ പറയായിരുന്നു, അനാമിക വലിയ കോടീശ്വരൻ്റെ മക്കളാണ്, പക്ഷേ എൻ്റെ മക്കൾ ഒരു ഗതിയുമില്ലാത്ത ദരിദ്രവാസികളാണെന്നും അതുകൊണ്ട് തന്നെ അനാമിക വന്നു കഴിഞ്ഞാൽ എൻ്റെ 2 മക്കളും കൂടി അവൾക്ക് ദാസിപ്പണി ചെയ്യണമെന്നും അവൾ മൂത്തോളം ഗർഭിണിയായതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് നാളത്തേന് കൺസ്ട്രക്ഷൻ ഉണ്ടെന്നും, പക്ഷെ നയന അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൾക്ക് വേണ്ടി ദാസിപ്പണി ചെയ്യണമെന്നും അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാനത് ഗോവിന്ദേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഗോവിന്ദേട്ടൻ പറയുകയായിരുന്നു, അങ്ങനെ ദാസിപ്പണി ചെയ്യിക്കാൻ വേണ്ടി എൻ്റെ മക്കളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അവരെയും കൂട്ടി അങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലാനാ ഗോവിന്ദേട്ടൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, കനകം നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എൻ്റെ ജീവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങനെയൊന്നും നയനമോക്ക് സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് കനകത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം മോള് ചെയ്യുന്ന ജോലി, ഇപ്പം അവളുടെ കൂടെ ജാനകിയും ഉണ്ട്, നമ്മുടെ പഴയ വേലക്കാരി മീനാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വേറെ ജോലിക്കാരികളെ അറേഞ്ച് ചെയ്യും, ഞാൻ ആ സ്ഥാനത്തൊന്ന് മാറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾക്കെല്ലാം എടുത്ത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്, അത് ആ കുട്ടിയുടെ ശീലമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഒന്നിനും പിന്തിരിപ്പിക്കാത്തതെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നെ അനാമിക വന്നു കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ അപ്പോഴല്ലേ, അതിനുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഞാൻ എടുക്കും. നയനമോളെ ഒരിക്കലും ഒരു വേലക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് തക്ക മറുപടി കൊടുക്കാൻ എനിക്കറിയാം, കനവൊന്നോർത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വിഷമിക്കാതെ സന്തോഷമായിട്ട് മക്കളുടെ കൂടെ ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ സമാധാനിപ്പിച്ചിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ.